യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന പരിപൂർണ നിശബ്ദതയിലേക്ക് നമുക്ക് വരാം. കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാം. സങ്കീർത്തനം 34:17 നമ്മളിങ്ങനെ വായിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് വേണ്ടി പോരാടാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമുക്ക് വിജയം നൽകുവാൻ സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുണ്ട്. സൈന്യങ്ങളില്ലാതിരുന്നിട്ടും ആയുധങ്ങളില്ലാതിരുന്നിട്ടും ഫറവോയെ പരാജയപ്പെടുത്തി അവരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച സൈന്യങ്ങളുടെ കർത്താവ്, കനാൻ ദേശത്തെ ശക്തരായ 7 രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ ദേശങ്ങൾ അവകാശമാക്കി കൊടുത്ത സൈന്യങ്ങളുടെ കർത്താവ്, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിനക്ക് വേണ്ടി ഇടപെടാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രതിബന്ധങ്ങൾ തകർക്കാൻ, നിന്റെ മുമ്പിലുള്ള ജെറീക്കോ കോട്ടകൾ തകർത്ത് കളയാൻ സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുണ്ട്. വിശ്വസിക്കുക, യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബ് ഭയം കൊണ്ട് നിറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയവനാണ്. വഞ്ചിക്കപ്പെട്ടവനും വഞ്ചിക്കപ്പെട്ടവനും ജീവിതം തകർന്നുവെന്ന് കരുതിയവനാണ്. ദുരിതപൂർണമായ മാനസിക അവസ്ഥയിലൂടെ കടന്നുപോയവനാണ്. എന്നാൽ യാക്കോബിൻ്റെ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി, ദൈവത്തിന്റെ രാജകുമാരനാക്കി മാറ്റി. ആ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം, യാക്കോബിന്റെ ദൈവത്തിന്റെ സ്നേഹം ഈ രാത്രിയിൽ നമ്മളെ സന്ദർശിക്കാൻ പോവുകയാണ്. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരട്ടെ. അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കട്ടെ. നമ്മുടെ പ്രതിബന്ധങ്ങളെ തകർക്കട്ടെ. നമ്മുടെ കണ്ണുനീരുകൾ തുടച്ചു നീക്കപ്പെടട്ടെ. നമുക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകട്ടെ. നമുക്ക് ദൈവം പുതിയ ശക്തി പകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, ദൈവമേ സ്തുതി. ഈശോ നന്ദി, ഈശോ സ്തോത്രം. ജീസസ്, 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 ജീസസ്. ഈ മക്കളിലേക്ക് ഇറങ്ങി വരണമേ ദൈവമേ, ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ തകർക്കണമേ കർത്താവേ, പ്രതിബന്ധങ്ങൾ തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ദൈവമേ ആരാധന, 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 ആരാധന. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. 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 കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലേക്കും ഉഴ്ന്നിറങ്ങുന്നതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അവൻ്റെ ശക്തിയുടെ അരൂപി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരട്ടെ. അവൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉഴ്ന്നിറങ്ങട്ടെ. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ.
അസ്വസ്ഥതകൾ കർത്താവ് ഇപ്പോൾ എടുത്തു നീക്കും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർച്ചകൾ അവിടുന്ന് ദൂരീകരിക്കും. അവൻ്റെ സാന്നിധ്യം ശക്തി കൊണ്ട് നമ്മളെ പൊതിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശാന്തമായ ശബ്ദത്തിൽ ബോധ്യത്തോടുകൂടി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ശക്തി വ്യാപിക്കട്ടെ. കർത്താവേ, നിന്റെ ശക്തി വ്യാപിക്കട്ടെ. നിന്റെ മക്കൾ നിന്റെ സ്പർശനം അനുഭവിക്കട്ടെ. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് ഓരോ ഹൃദയം നിറയട്ടെ. നിന്റെ കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ വേദനകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ തളർച്ചകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ ശൂന്യത വിട്ടുപോകട്ടെ. ആത്മീയ ബന്ധനങ്ങൾ തകർന്നു വീഴട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉണർവിന്റെ ആത്മാവ് വ്യാപിക്കട്ടെ. കർത്താവേ, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾ നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗബാധിതമായ ശരീരഭാഗങ്ങളിലേക്ക് നിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. നിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. നിന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങൾ നീട്ടപ്പെടട്ടെ. നിന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങൾ നീട്ടപ്പെടട്ടെ. നിന്റെ കൃപ ഒഴുകട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, സ്തോത്രം. ജോയിന്റുകൾക്ക് വേദന അനുഭവപ്പെടുന്ന പല വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നടക്കുവാൻ വിഷമം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൈ പൊക്കാൻ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷോൾഡറിന്റെ വേദനകൾ എടുത്തു നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസം മുട്ടുകൊണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലവേദനയാൽ അസ്വസ്ഥപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊടണമേ. കർത്താവെ, ഇപ്പോൾ വേദന അനുഭവപ്പെടുന്ന മക്കളുടെ ശരീരത്തിലേക്ക് നിന്റെ സൗഖ്യം കടന്നു ചെല്ലട്ടെ. സൗഖ്യം കടന്നു ചെല്ലട്ടെ. കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ, നന്ദി യേശുവേ. Thank you, Jesus. 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 പരിപൂർണമായ നിശബ്ദതയിലേക്ക്, നിശബ്ദതയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. അവൻ തൊട്ടടുത്തുണ്ട്. അവൻ കൂടെയുണ്ട്. അവനോട് പറയുക, ഈശോ എന്നെ തൊടണേ. ഈശോ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോ എന്നെ ബലപ്പെടുത്തണമേ. ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ എന്നെ അനുഗ്രഹിക്കാതെ ഇന്ന് വിടരുതേ. നീ എൻ്റെ മനസ്സറിയുന്നു. നീ എൻ്റെ ദുഃഖം കാണുന്നു. എൻ്റെ ബലഹീനതകളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണ്. എനിക്കെന്താണ് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. നീ മാത്രമാണ് അറിയുന്നത്. നിന്റെ തിരുമുമ്പിൽ എൻ്റെ ഹൃദയം ഞാൻ തുറക്കുന്നു കർത്താവേ. എൻ്റെ ജീവിതം ഞാൻ എടുത്തു വെക്കുന്നു കർത്താവേ. എന്നോടിന്ന് കരുണ കാണിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് പരസ്പരം സ്തുതി ചൊല്ലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കല് 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. എൻ്റെ ജീവിതം നശിച്ചുപോയി എന്നുള്ള ചിന്ത, എനിക്ക് ഭാവിയില്ല എന്നുള്ള ചിന്ത വന്ന് അദ്ദേഹത്തിന് ഉറക്കമില്ലാതായി, വിശപ്പില്ലാതെയായി. അങ്ങനെ അദ്ദേഹം ഡിപ്രഷന് വിധേയമായി അലഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ യാന്ത്രികമായി
ഈ ചെറുപ്പക്കാരൻ ആ ദേവാലയത്തിനകത്തേക്ക് കടന്നു ചെന്നു. അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയ മാനസികാവസ്ഥയൊന്നുമില്ല. എങ്കിലും അദ്ദേഹം മുട്ടുകുത്തി. ആ സമയത്ത് അവിടെ ഒരു പ്രെയർ കാർഡ്, ഒരു പ്രാർത്ഥന അച്ചടിച്ച ഒരു കാർഡ് അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ആ കാർഡ് എടുത്ത് അതിനകത്തുണ്ടായിരുന്ന പ്രാർത്ഥന അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിപ്രഷൻ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം പിന്നീട് ഈ പ്രാർത്ഥനയുടെ വലിയൊരു പ്രചാരകനായി. അദ്ദേഹം സഭയിലെ വലിയൊരു വിശുദ്ധനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. അദ്ദേഹം അന്ന് ചൊല്ലിയ പ്രാർത്ഥന, അദ്ദേഹത്തിന് സൗഖ്യം നൽകിയ പ്രാർത്ഥന, നമുക്കെല്ലാം വളരെ സുപരിചിതമായ പ്രാർത്ഥനയും നമ്മളും ദിവസമൊക്കെ ചെല്ലുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ നിരന്തരം ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ശക്തി നഷ്ടപ്പെട്ടു പോകും. കാരണം യാന്ത്രികത വരും, ബോധ്യക്കുറവ് കൊണ്ട് ചെല്ലുന്നത് കൊണ്ട് പലപ്പോഴും അനുഭവം ഉണ്ടാകണമെന്നില്ല. ആ പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞു പറയാൻ കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവകൃപ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് സാക്ഷ്യങ്ങളും ഒരുപാട് കഥകളും സഭയുടെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അൽഫോൻസസ് റാറ്റിസ്ബോൺ എന്ന് പറയുന്ന യഹൂദനായ ഒരു യുവാവ്, അദ്ദേഹം ദൈവത്തെ വിശ്വസിക്കുന്നില്ല. കത്തോലിക്ക സഭയോടും കത്തോലിക്ക വിശ്വാസത്തോടും അദ്ദേഹത്തിന് കഠിനമായ വെറുപ്പായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ലോകം ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ നേപ്പിൾസിലെത്തി അദ്ദേഹം അവിടെ നിന്ന് മാൾട്ടായ്ക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ കയറി. പക്ഷെ കയറിയ ബോട്ട് മാറിപ്പോയി. ആ ബോട്ട് റോമിലേക്കുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം അറിയാതെ, അദ്ദേഹം പ്രതീക്ഷിക്കാതെ റോമിൽ ചെന്നിറങ്ങേണ്ട വന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടെയുള്ള അതൊരു പഴയ സുഹൃത്തിനെ കാണാൻ പോയി. സുഹൃത്തിൻ്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് അദ്ദേഹത്തിന് തിയോഡോറസ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തിനെ പരിചയപ്പെടാനിടയും. അവരുമായിട്ട്, അദ്ദേഹം ശക്തനായ കത്തോലിക്ക വിശ്വാസിയാണ്. അദ്ദേഹവുമായി ദൈവത്തെക്കുറിച്ചും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് പല ദിവസവും ഇദ്ദേഹം തർക്കിച്ചു. ഒടുവിൽ ഈ തിയോഡോറസ് ഒരൊറ്റ റിക്വസ്റ്റ് പറഞ്ഞു, നിനക്ക് ദൈവത്തിലും കത്തോലിക്ക വിശ്വാസത്തിലുമൊക്കെ സത്യമുണ്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ്. ഞാനൊരു പ്രാർത്ഥന തരാം. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന നിനക്ക് ചെല്ലാൻ പറ്റുമോ? എങ്കിൽ ദൈവമുണ്ടോ, കത്തോലിക്ക വിശ്വാസം ശരിയാണോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയും. അദ്ദേഹത്തിന് തമാശയായിട്ടാണ് തോന്നിയത്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് പിന്നെ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം ഉണ്ടാകില്ലല്ലോ. എങ്കിലും ഈ തിയോഡോറസ് ഇദ്ദേഹത്തിന് കൊടുത്ത പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ എത്രയും ദയുള്ള മാതാവി എന്നുള്ള പ്രാർത്ഥന അദ്ദേഹം ഒരാഴ്ച ഈ സുഹൃത്തിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചൊല്ലി കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ സുഹൃത്ത് പ്രാർത്ഥിക്കാനായിട്ടൊരു പള്ളി കണ്ടപ്പോൾ പള്ളി കയറി. ഇദ്ദേഹവും പുറകെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറി. പെട്ടെന്ന് പള്ളി മുഴുവനും പ്രകാശമാനമായി മാറുന്നതും മാതാവ് രൂപത്തിൽ നിറങ്ങി വരുന്നൊരു അനുഭവം, ഒരു വലിയ ദർശനം അദ്ദേഹത്തിന് കാണാനുണ്ടായി. ഈ ഒരു ദർശനം ഈ യഹൂദൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന് ദൈവത്തിലും കത്തോലിക്ക സഭയിലും എല്ലാം വിശ്വാസമുണ്ടായി. അദ്ദേഹം കത്തോലിക്ക സഭയിൽ അംഗമായി. മാത്രമല്ല, നാളുകൾക്ക് ശേഷം അദ്ദേഹം ഈശോ സഭയിലെ ഒരു വൈദികനായി. മാത്രവുമല്ല, തന്നെപ്പോലെ യഹൂദ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി 2 സന്യാസ സമൂഹങ്ങൾ അദ്ദേഹം ഈ അൽഫോൻസസ് റാറ്റിസ്ബോൺ സ്ഥാപിച്ചു. സിസ്റ്റേഴ്സ് ഓഫ് ദ സയൻ, അതുപോലെ തന്നെ ഫാദേഴ്സ് ഓഫ് സയൻ, 2 സന്യാസ സമൂഹങ്ങൾ. ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ഈ എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന കൽക്കട്ടയിലെ വിശുദ്ധ കൽക്കട്ട മദർ തെരേസ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രാർത്ഥന ഇതാണ്. നിങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക എന്ന് പറഞ്ഞ് മദർ തെരേസ എപ്പോഴും ഈ പ്രാർത്ഥനയെ പ്രൊമോട്ട് ചെയ്യായിരുന്നു.
നമുക്ക് ഒരു നിമിഷം നമ്മളെന്നും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, എങ്കിലും ഈ പ്രാർത്ഥന ഇന്ന് ഗാനരൂപത്തിൽ വിശ്വാസത്തോടെ ചൊല്ലുകയാണ്. ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ കർത്താവിൻ്റെ ഇടപെടൽ ആവശ്യമായിരിക്കുന്നത്, ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം എന്താണോ ആ നിയോഗത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരാൻ, മാതാവിൻ്റെ മാധ്യസ്ഥം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഈ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ നമുക്കെല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ശരണം ഗമിത്തു നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീ. ഇത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമി പാപികൾ തലയരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തലയരല്ലോ. അളവില്ല നിന്ദയ വായ്പിലിതാ, അഭയത്തിനെത്തുന്നു സാധുശീല. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മ പൂർണ്ണേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമംബികെ നന്മപൂർണ്ണേ. അവനിൽ സുതരുടെ യാചനകൾ അലിവോടെ കേട്ടു നീ അഭയമേകും. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു
കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പരിശുദ്ധ അമ്മ ഇന്ന് തീർച്ചയായിട്ടും നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഈശോയിൽ നിന്നും ഉത്തരം വാങ്ങി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന തുടരാം. നമുക്കറിയാം, പെന്തക്കുസ്താ തിരുനാളിന് ശേഷം പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നയിച്ചു. തോമാസ് സ്ലീഹ അങ്ങനെ ഇന്ത്യയിലെത്തി. യാക്കോബ് സ്ലീഹ എങ്ങോട്ടാണ് പോയത്? യാക്കോബ് സ്ലീഹ സ്പെയിനിലേക്കാണ് പോയത്. അങ്ങനെ സ്പെയിനിലെത്തിയ സ്ലീഹ അവിടെ കഠിനമായിട്ട് അധ്വാനിച്ചു, യേശുവിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു. പക്ഷെ ആരും സ്വീകരിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ യാക്കോബ് സ്ലീഹ മടുത്തു. നമുക്കറിയാമല്ലോ, നമ്മുടെ അധ്വാനത്തിന് റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മടുത്തു പോകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് യാക്കോബ് സ്ലീഹയ്ക്ക് അറിയില്ല. മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടും ജനങ്ങൾ സുവിശേഷം സ്വീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അധ്വാനം വൃഥാവിലായി. അദ്ദേഹത്തിൻ്റെ ദൗത്യം വഴിമുട്ടി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം അവിടെയുള്ള എബ്രോൻ നദിയുടെ തീരത്തിരുന്ന് ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കെ AD 40 പരിശുദ്ധ അമ്മ ഒരു സ്തൂപത്തിൽ, ഒരു തൂണിന്മേൽ പ്രത്യക്ഷപ്പെടുകയാണ്. മദർ ഓഫ് ദി പില്ലർ. ഒരു സ്തൂപത്തിൽ നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടാകാം, ഒരു തൂണിൻ്റെ മുകളിൽ മാതാവ് നിൽക്കുന്നതായിട്ട്. അങ്ങനെ മാതാവ് യാക്കോബ് സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് യാക്കോബ് സ്ലീഹായെ ആശ്വസിപ്പിക്കുകയും തൻ്റെ ഒരു ചെറു രൂപം സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. ഈശോയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ, വളരെ ചെറിയ ഒരു രൂപം മാതാവ് യാക്കോബ് സ്ലീഹായ്ക്ക് കൊടുത്തു. ഈ രൂപത്തിൻ്റെ പ്രത്യേകത 2000-ഓളം വർഷങ്ങളായി അത് ഒരിക്കലും പൊടി പിടിക്കില്ലാത്തതിൽ മാത്രമല്ല, അതുകൊണ്ട് ഇതിലൊരിക്കലും പൊടി പിടിക്കാത്തത് കൊണ്ട് ഇത് കൂടുതൽ പരിശോധിക്കുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്തപ്പോൾ നിരവധി ഗവേഷണങ്ങൾക്ക് അത് വിധേയപ്പെടുത്തി. അപ്പോൾ ഈ ഭൂമിയിലുള്ള യാതൊരു വസ്തുവും കൊണ്ടല്ല ഈ രൂപം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ഈ ഭൂമിയിലില്ലാത്ത മറ്റെന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ രൂപം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആ പ്രത്യക്ഷപ്പെടലോടുകൂടി നമുക്കറിയാം, മാതാവിൻ്റെ നാമത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയം അവിടെ സർഗോസായിൽ, കമ്പോസ്റ്റല, അവിടെ സ്പെയിനിലാണ് സ്ഥാപിക്കപ്പെട്ടത് മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം വഴി. പ്രിയപ്പെട്ടവരെ, ഈ മാതാവ് വന്നതോടുകൂടി യാക്കോബ് സ്ലീഹായുടെ മടുപ്പൊക്കെ മാറി, തളർച്ച മാറി, നിരാശ മാറി, ഉഷാറായി, പുതിയ ഒരു അഭിഷേകം കിട്ടി, പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സ്പെയിനിലെ സുവിശേഷ പ്രവർത്തനം പൂർണ്ണമായും വിജയകരമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ മടുത്തു പോകുന്നവർക്ക്, ജീവിതത്തിൽ വഴിമുട്ടിയവർക്ക്, ജീവിതത്തിൽ എല്ലാം തകർന്നുവെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും പ്രത്യാശ നൽകുന്ന, പുതിയ ജീവിതം നൽകുന്ന ഒരു ദൈവ സാന്നിധ്യമായിട്ടാണ് പരിശുദ്ധ അമ്മ അനേകരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ പല മേഖലകളിലും മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടാകും. ചിലപ്പോൾ ചിലർ അധ്വാനിച്ചും മടുത്തു. അനേക കാലമായി അധ്വാനിച്ചിട്ടും അതിന് ആവശ്യമായ റിസൾട്ട് ഇല്ലാതെ വരുമ്പോണ്ടാകുന്ന മടുപ്പ് അനേകരുടെ ഉള്ളിലുണ്ടാകും. അതുപോലെ തന്നെ ചില വ്യക്തികൾ പഠിച്ച് മടുത്തു, ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂവിന് പോയി മടുത്തിട്ടുള്ളവരുണ്ടാകും. പ്രാർത്ഥിച്ച് മടുത്തിട്ടുള്ളവരുണ്ടാകും. സഹിച്ച് മടുത്തവരുണ്ടാകും. ക്ഷമിച്ച് മടുത്തവരുണ്ടാകും. ഇങ്ങനെ ജീവിതം തന്നെ മടുത്ത അവസ്ഥയിൽ ഈ നൈറ്റ് വിജിൽ കൂടുന്ന വ്യക്തികൾ ഇവിടെയും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകും. ഇങ്ങനെ മടുത്തു പോകുന്നവർക്കുള്ള ഒരു അഭയമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നമ്മൾ മടുത്തു പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്, എപ്പോഴാണ് നമുക്ക് മടുപ്പ് തോന്നുന്നത്? ഒന്ന്, നമ്മളുടെ അധ്വാനത്തിന് ഫലമില്ലാതായി വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ മടുപ്പുണ്ടാകാം.
എന്നാൽ ഇതിൻ്റെ എല്ലാം അടിയിൽ കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഹൃദയത്തിൽ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തോട്, നമ്മുടെ അധ്വാനത്തോട്, നമ്മുടെ പ്രവർത്തന മേഖലകളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ് മടുപ്പ്, വിരസത നമുക്ക് അനുഭവപ്പെടുന്നത്. ഉദാഹരണത്തിന്, കുട്ടികൾ ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മടുപ്പ് തോന്നാറുണ്ട്. എന്നാൽ ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോൾ അതുപോലെ മടുപ്പ് തോന്നാറില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ നമുക്കിഷ്ടമാണ്, മടുക്കില്ല. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. പ്രത്യേകിച്ചും പ്രണയത്തിലൊക്കെ ആയിട്ടുള്ളവർ മണിക്കൂറുകൾ സംസാരിച്ചാലും സമയം പോകുന്നത് അറിയില്ല. കാരണം ഇഷ്ടമുള്ള വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ, എങ്ങനെയെങ്കിലും ഈ വ്യക്തി ഒന്ന് നിർത്തി കിട്ടിയാൽ മതി, പോയി കിട്ടിയാൽ മതി എന്നായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത. കാരണം പെട്ടെന്ന് മടുക്കും. കാരണം ആ വ്യക്തിയോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ട്. ഇതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് വിരസത തോന്നും, മടുപ്പ് തോന്നും. അപ്പോൾ ഇഷ്ടം ഇല്ലായ്മ കൊണ്ടാണ്, പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടമില്ലായ്മ വരുമ്പോഴാണ് മടുപ്പ് അനുഭവപ്പെടുന്നത്. സ്നേഹം കുറഞ്ഞു പോകുമ്പോഴാണ് ജീവിതത്തിൽ വിരസത തോന്നുന്നത്. അപ്പോൾ ഈ മടുപ്പ് നമ്മുടെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ താളം തെറ്റിച്ച് കളയാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നഗരത്തിൽ ചെന്നപ്പോൾ ഒരു യുവാവിനെ പരിചയപ്പെട്ടു. നല്ല സന്തോഷവാനായ യുവാവ്, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു. അവിടുത്തെ ശാലോമിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഞാൻ അതേ നഗരത്തിൽ വീണ്ടും ചെന്നപ്പോൾ അന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നു. അന്ന് ഞാൻ കണ്ടപ്പോൾ 2 വർഷം മുമ്പ് കണ്ട വ്യക്തിയല്ല ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉന്മേഷവും സന്തോഷമൊക്കെ പോയി. ഇപ്പോൾ ആത്മീയ ശുശ്രൂഷകളിലൊന്നും പങ്കെടുക്കാറില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് തന്നെ ഒരു കാര്യം ദൈവഹിതമാണോ പ്രാർത്ഥിച്ചു നോക്കാൻ വേണ്ടിയാണ്. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ജോലി മടുത്തു. ഈ ജോലി രാജിവെക്കണമെന്നുള്ള ചിന്തയുണ്ട്. അത് വേണോ വേണ്ടയോ, അത് ദൈവഹിതമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 വർഷം മുമ്പ് ഞാൻ കണ്ടപ്പോൾ സന്തോഷവാനായിരുന്നു, ഉന്മേഷവാനായിരുന്നു, ജോലിയിൽ സംതൃപ്തി ഉണ്ടായിരുന്നു, വളരെ ഉണർവുള്ള ചെറുപ്പക്കാരൻ ഇന്ന് എല്ലാം തകിടം മറിഞ്ഞു പോയി. ചോദിച്ചു വന്നപ്പോൾ സംഭവം ഇതാണ്. 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒരു മാറ്റമുണ്ടായി. അതുവരെയും അദ്ദേഹത്തിന് ഈവനിങ് ഷിഫ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ജോലി. വൈകുന്നേരം രാത്രി 11 മണിക്ക് തീരുന്ന ഈവനിങ് ഷിഫ്റ്റിലാണ് ജോലി. അപ്പോൾ അങ്ങനെ വർഷങ്ങളായി ഈവനിങ് ഷിഫ്റ്റിൽ ജോലി ചെയ്ത് ശീലിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് രാവിലെ വൈകി എഴുന്നേറ്റാൽ മതി. രാത്രി വൈകി വരുന്നത് കൊണ്ട് രാവിലെ വൈകി എഴുന്നേറ്റാൽ മതി. രാവിലെ സുഖമായിട്ട് പുതച്ചു മൂടി ഇഷ്ടം പോലെ കിടന്നുറങ്ങുന്നതിലൊരു ലഹരി അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ രാവിലത്തെ ഈ ഉറക്കം ഇദ്ദേഹത്തിന് വളരെ അങ്ങ് പിടിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലിക്കൊരു മാറ്റം. ഈവനിങ് ഷിഫ്റ്റിൽ നിന്നും മോർണിംഗ് ഷിഫ്റ്റിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ജോലി അധികാരികൾ മാറ്റി. ഇത് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അസ്വസ്ഥതയായി. ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കരമായ വിഷമമുണ്ടായി. കാരണം രാവിലത്തെ ഉറക്കം പോകും. മോർണിംഗ് ഷിഫ്റ്റിൽ പോകണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് പോകണം. രാവിലത്തെ ഉറക്കം പോകുന്നു. അദ്ദേഹത്തിന് ആകെ അങ്ങോട്ട് വിഷമമായി. ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മാത്രമല്ല അധികാരികളോടും ദേഷ്യം ഈ മാറ്റം നടത്തിയതിൻ്റെ പേരിൽ. അങ്ങനെ അസ്വസ്ഥനായി അദ്ദേഹം ജോലിക്ക് പോകാൻ തുടങ്ങി. ഈ അസ്വസ്ഥത കൊണ്ട്, ഈ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ജോലിയോടും അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ലാതായി. അങ്ങനെ ജോലിയിൽ പല അപാകതകളും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരികൾ വിളിച്ച് ശാസിച്ചു. അങ്ങനെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ തകരാൻ തുടങ്ങി. അപ്പോൾ ഇത് ദിവസങ്ങൾ കഴിയുന്തോറും ഇദ്ദേഹത്തിന് ഈ പ്രശ്നം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിന് ജോലിയോട് താല്പര്യമില്ല. വീട്ടിൽ വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഈ ഉറക്കം നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. ഈ രാവിലത്തെ ഉറക്കം നഷ്ടപ്പെട്ടത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട്, ഈ ജോലിയിലുള്ള ചേഞ്ച് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ ജോലിയോട് മടുപ്പായി, ആ ജോലി സ്ഥാപനത്തോട് വെറുപ്പായി, അധികാരികളോട് വെറുപ്പായി. ആ മാറ്റം ഉൾക്കൊള്ളാനുള്ള എളിമയില്ലാത്തത് കൊണ്ടും അതിനേക്കാൾ വലിയ ഒരു ഉറക്കത്തോടുള്ള ആസക്തി വളർന്നു വന്നതുകൊണ്ടും അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് താളം തെറ്റി. വളരെ നിസ്സാരമായൊരു കാര്യമാണ്. പക്ഷേ
അതിലൂടെ ജോലിയോടുള്ള താല്പര്യം പോയപ്പോൾ ജോലി മടുപ്പായി, കമ്പനി മടുപ്പായി. ഇപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രാജിവെച്ച് മറ്റ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ലൈഫ് ഡിസോർഡറായിപ്പോയി. അപ്പോൾ ഇഷ്ടമില്ലാതെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് മടുപ്പും വിരസതയും ഉണ്ടാകും. ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ തളർത്തിക്കളയും എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഇത്. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് തളർച്ചകളുണ്ടാകാം, വിരസതകളുണ്ടാകാം, മടുപ്പുണ്ടാകാം. പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. അതായത് എവിടെയാണോ മടുപ്പ് തോന്നിയിരിക്കുന്നത്, പൊതുവേ മടുപ്പ് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ പുരോഗതി തകർച്ചപ്പെടുത്തും. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് രസമുണ്ടെങ്കിലും രസമില്ലെങ്കിലും നിലനിന്നാൽ മാത്രമേ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഇത് ഒരു അടിസ്ഥാനപരമായ തത്വമാണ്. നമുക്ക് സുഖം തോന്നുന്ന സ്ഥലത്തല്ല നമ്മുടെ ഭാവി ദൈവം പലപ്പോഴും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് സന്തോഷം കിട്ടുന്ന ജോലിയിലായിരിക്കില്ല നമ്മുടെ വളർച്ചയുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടിയാലും ഇല്ലെങ്കിലും, അംഗീകാരം കിട്ടിയാലും ഇല്ലെങ്കിലും, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടാൻ പഠിക്കേണ്ടത് ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ആത്മീയതയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സാഹചര്യത്തെ ഇഷ്ടപ്പെടാതെ വെറുത്തുകൊണ്ട് ജീവിച്ചാൽ അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പോലും നമുക്ക് മരവിപ്പിനും വളർച്ചയില്ലായ്മയ്ക്കും കാരണമായിട്ട് തീരും. അപ്പോൾ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്തെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ ഇഷ്ടപ്പെടാൻ നമ്മൾ പഠിക്കണം. പക്ഷേ നമ്മുടെ മാനുഷിക സ്നേഹം കൊണ്ട് ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഇഷ്ടക്കേട് വന്നു കഴിയുമ്പോൾ ഇഷ്ടക്കേട് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ഇഷ്ടപ്പെടാൻ മനുഷ്യൻ്റെ സ്നേഹത്തിന് ശക്തിയില്ല. ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇഷ്ടമുണ്ടാകാൻ മാനുഷികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു വഴിയുള്ളത്? നമ്മുടെ സ്നേഹം പരിമിതിയുള്ളതായതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടാൻ നമുക്ക് പ്രയാസമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാത്തിനെയും അതിലംഘിക്കുന്നതാണ്. എല്ലാ പ്രതികൂലങ്ങളെയും അതിലംഘിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഇഷ്ടം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ? പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഇഷ്ടപ്പെട്ടേ തീരൂ. അതിനുള്ള വഴി ഇങ്ങനെ ബലം പിടിച്ചിട്ട് അങ്ങ് സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത്, അങ്ങോട്ട് സ്നേഹം അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ വ്യക്തിയെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് എളുപ്പമായി തരും. ഹല്ലേലൂയ. അപ്പോൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അധികാരികളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അയൽവക്കംകാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിലുള്ള മരുന്ന് ഇതാണ്. നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നീ സ്നേഹത്തിൽ കുറവുള്ളവനായതുകൊണ്ടാണ്, അവർക്ക് കുറവുള്ളത് കൊണ്ടല്ല. നിനക്ക് സ്നേഹത്തിൽ കുറവുണ്ട്, ആ കുറവ് നികത്താൻ ദൈവം തയ്യാറാണ്. നീ ഹൃദയം തുറന്നാൽ മതി, നീ പ്രാർത്ഥിച്ചാൽ മതി. നിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നിനക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ നിനക്ക് അവരുടെ മുകളിൽ കയറാൻ പറ്റും. അങ്ങനെ നിനക്ക് ആ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റും. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കുറവുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, വേദനയുണ്ടായിരിക്കാം. വേദനയുള്ള എല്ലാത്തിനെയും വെറുക്കാൻ പഠിക്കുന്നത് ഈ മനുഷ്യപ്രകൃതിയാണ്. പക്ഷേ വെറുക്കുന്ന ഒന്നിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. വെറുക്കുന്ന ഒന്നിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ നമുക്ക് പറ്റുകയില്ല. അവിടെ ദൈവകൃപ കടന്നു വരണമെങ്കിൽ, ദുരിതങ്ങളുള്ള ഈ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു മാറ്റം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ആദ്യം ദുരിതങ്ങളുള്ള, വേദന തരുന്ന, പ്രശ്നങ്ങളുള്ള നിൻ്റെ കുടുംബത്തെ നീ ഇഷ്ടപ്പെടാൻ പഠിച്ചേ തീരൂ. ചില സ്ത്രീകളെ കണ്ടിട്ട് അവർ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു.
സ്വന്തം കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ്. ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ കുടുംബത്തെ സ്നേഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരതിനെ വെറുത്തുകൊണ്ട് ആ സാഹചര്യത്തെ അങ്ങനെ വെറുക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയിൽ അവർക്ക് വളരാൻ പറ്റിയില്ല, അവിടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. ദൈവം ഒരുപക്ഷെ അവരെ വിളിച്ചിരിക്കുന്നത് ആ കുടുംബത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ഘടകമായിട്ടായിരിക്കും. പക്ഷെ ആ വ്യക്തി ആ കുടുംബത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ട്, അംഗീകരിക്കാത്തത് കൊണ്ട് ആ വ്യക്തി ആ കുടുംബത്തിൽ മാറ്റത്തിന് കാരണമാകാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമാകാൻ തീരുന്നില്ല. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ദൈവമേ പ്രാർത്ഥിക്കണം, ചോദിക്കണം. നീ എന്നെ കൊണ്ടുവന്നാക്കിയിരിക്കുന്ന, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ കുടുംബത്തെ എല്ലാ കുറവുകളോടും കൂടി അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ എനിക്ക് നിൻ്റെ സ്നേഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ചോദിച്ചാൽ കർത്താവ് ഉറപ്പായിട്ടും തരും. അങ്ങനെയാണ് നമ്മൾ അതിസ്വാഭാവിക തലത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരുന്നത്. സ്വാഭാവിക മനുഷ്യൻ്റെ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. സ്വാഭാവിക മനുഷ്യൻ തളർന്നു വീഴുന്നിടത്ത്, തകരുന്നിടത്ത് ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ദൈവത്തിൻ്റെ അതിസ്വാഭാവികമായ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയുമ്പോഴാണ്. നമ്മൾ എത്ര ആത്മീയമായിട്ട് വളർന്നാലും, എത്ര ശക്തരാണെങ്കിലും ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോകും, നമ്മൾ മടുത്തു പോകും. ഏലിയാ പ്രവാചകൻ എത്രയോ വലിയ പ്രവാചകനായിരുന്നു. കാർമൽ മലയിൽ വെച്ച് ബാലിൻ്റെ 400 പ്രവാചകന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ശക്തനായ പ്രവാചകനായി ഏലിയ പ്രവാചകൻ. ഇതെല്ലാം കഴിഞ്ഞ് ആ 400 പ്രവാചകന്മാരെയും ഇല്ലാതെ ചെയ്ത് ഇതിന് ശേഷം ഈ ആഹാബ് രാജാവിൻ്റെ രഥത്തിൻ്റെ മുമ്പിലോടി 1 മണിക്കൂർ ഓടി, 1 കിലോമീറ്റർ ഓടി കൊട്ടാരത്തിലെത്തി. അപ്പോഴും ക്ഷീണിച്ചില്ല. പക്ഷേ ജസബൽ രാജ്ഞിയുടെ ഭീഷണി കേട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം തളർന്നുപോയി. ഏലിയാ പ്രവാചകൻ അവിടെ നിന്ന് 1 ദിവസത്തെ വഴി ഓടി മരുഭൂമിയിലെത്തി പേടിച്ച്. അവിടെ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ വിശ്രമിച്ചു തളർന്നു കിടന്നുറങ്ങി. ദൈവം അദ്ദേഹത്തെ വിളിച്ച് തട്ടി ഉണർത്തുകയാണ്. തട്ടി ഉണർത്തി കഴിഞ്ഞപ്പോൾ ഏലിയാ പ്രവാചകൻ എന്താ പറഞ്ഞത്? എനിക്ക് മതിയായി ദൈവമേ, എനിക്ക് മടുത്തു, എനിക്ക് മതിയായി. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ മടുത്തു. 2 ദിവസം മുമ്പ് ശക്തനായ ധീരനായ പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ട ഏലിയ ജീവിതം മടുത്തവനായി, ശൂന്യത നിറഞ്ഞവനായി മാറുകയാണ്. എന്നാൽ ഇവിടെ പ്രത്യാശ പകരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് തൻ്റെ മക്കൾ തളരുമ്പോൾ, മടുത്തു പോകുമ്പോൾ അത് മനസ്സിലാക്കുന്ന ദൈവമാണ്. അവിടെ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമുണ്ട്. ഈ വാടാൾമുൾച്ചെടിയുടെ തണലിൽ തളർന്നു കിടന്നുറങ്ങുന്ന ഈ ഏലിയാ പ്രവാചകന് വേണ്ടി ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും കർത്താവ് റെഡിയാക്കി വെച്ചു. ഹല്ലേലൂയ! അതാണ് ദൈവത്തിൻ്റെ കരുതല്. ദൈവത്തിന് വേണ്ടി നീ ജീവിക്കുമ്പോൾ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ മടുത്തു പോകുന്ന നിമിഷങ്ങളുണ്ടാകാം, നീ തളർന്നു വീഴുന്ന നിമിഷങ്ങളുണ്ടാകാം. പക്ഷേ നിന്റെ ജീവിതം അവിടെ തകർന്നു വീഴാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. നിനക്ക് വേണ്ടി ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും നിനക്ക് കുടിക്കാൻ വെള്ളവുമായി, സ്നേഹത്തിൻ്റെ സാന്ത്വന സ്പർശവുമായി നിന്റെ കർത്താവ് നീ തളരുന്ന നിമിഷങ്ങളിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുന്നു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവം കരുതി വെച്ച ഈ അപ്പവും വെള്ളവും കുടിച്ചിട്ട് 40 രാവും പകലും നടന്ന് ഏലിയാ പ്രവാചകൻ ഹോറേബ് മലയിലെത്തി. വീണ്ടും അവൻ ശക്തി പ്രാപിച്ചു, അമാനുഷികമായ ശക്തി കൊണ്ട് നിറഞ്ഞു. തളർന്നുപോയി എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട. നിന്നെ പുനരുജ്ജീവിപ്പിക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഇന്ന് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് തളർന്നു വീണിട്ടുണ്ടെങ്കിൽ, എനിക്ക് മതിയായി കർത്താവേ, എനിക്ക് മടുത്തു എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഏലിയാ പ്രവാചകനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ തളരുന്നില്ല. നിന്റെ ദൈവം ഏലിയാ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ, ഏലിയാ പ്രവാചകന് പുതുജീവൻ നൽകിയ അതേ ദൈവമാണ് നിന്റെ ദൈവം. ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ വീണ്ടും ശക്തി പ്രാപിക്കും. തളർന്നവന് അവൻ ശക്തി നൽകുന്നു, ദുർബലന് ബലം നൽകുന്നു. യെശയ്യാ 40:30 നമ്മൾ വായിക്കുന്നു. തളർന്ന മനുഷ്യർക്ക് ബലം നൽകുന്ന ഒരു കർത്താവാണ്, ദുർബലന് ശക്തി പകരുന്ന ഒരു കർത്താവാണ് നമ്മുടേത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ കരുതൽ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന മനോഹരമായ രംഗമുണ്ട്. ആ സുവിശേഷ ഭാഗത്ത് അപ്പമൊക്കെ കൊടുത്ത് ജനങ്ങളെ തൃപ്തിയായി കഴിഞ്ഞ ശേഷം ഈശോ ജനങ്ങളെ
പിരിച്ചുവിടുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷീണിച്ചു, നിങ്ങൾ വഞ്ചിയിൽ കയറി കടലിൻ്റെ അക്കരയ്ക്ക് ബേത്സയിദയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടു. ഈശോ ജനങ്ങളെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ പോയി. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം മറന്ന് പിതാവിൻ്റെ മുമ്പിൽ. പക്ഷേ ഈശോയ്ക്ക് അവിടെ മനസ്സിലായി. 6-ാം അധ്യായം 48-ാമത്തെ വാക്കിൽ പറയുന്നുണ്ട്, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവൻ മനസ്സിലാക്കി. രാത്രിയിലെ 4-ാം യാമത്തിൽ ഇവർ നടുക്കടലിലാണ്. കാറ്റ് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് വഞ്ചി തുഴഞ്ഞിട്ട് മുന്നോട്ട് പോയില്ല. ശിഷ്യന്മാർ തളർന്നു, അവശരായി. ആ കടലിൻ്റെ മധ്യത്തിൽ കിടന്ന് നിലവിളിച്ച ആ കരയിലുള്ളവരൊന്നും കേൾക്കുകയില്ല. അപ്പോൾ അവരങ്ങ് മടുത്തു. അപ്പോൾ വചനം പറയുകയാണ്, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പോഴാണ് ഈശോ പെട്ടെന്ന് പ്രാർത്ഥനയും നിർത്തിയിട്ട് കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്നിട്ട് ഈ വഞ്ചിയിൽ കയറിയും കാറ്റ് ശമിപ്പിച്ച അനുഭവമൊക്കെ ഉണ്ടായത്. ഒന്നോർക്ക് നമ്മുടെ കർത്താവിൻ്റെ കരുതലൊന്നോർത്ത് നോക്കുകയെ. ചുമ്മാ പറഞ്ഞു വിടുകയല്ല ചെയ്ത്. ഈശോ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും തൻ്റെ ശിഷ്യരെ പിന്തുടരുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ ഹൃദയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവശരായി എന്ന് എന്നെ ഏറ്റവും ടച്ച് ചെയ്തതാണ്. വഞ്ചി തുഴഞ്ഞ് അവർ അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. അവർ വിളിച്ചു പറഞ്ഞിട്ടല്ല മനസ്സിലാക്കിയത്, അവരിത് സഹായരായിരുന്നു. പക്ഷെ അവൻ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും, നമ്മൾ നിലവിളിച്ചില്ലെങ്കിൽ പോലും, നമ്മൾ എപ്പോഴൊക്കെ അവശരാകുന്നുണ്ട്, എപ്പോഴാണ് നമുക്ക് താങ്ങു വേണ്ടത്, എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത്, എപ്പോഴാണ് എൻ്റെയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുത്തെ ശക്തി വെളിപ്പെടേണ്ടതെന്ന് അവിടുത്തേക്ക് അറിയാം. അതുകൊണ്ട് ഇതുവരെയും ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ ഭയപ്പെടേണ്ട. അവൻ അറിയാം എപ്പോഴാണ് നിൻ്റെ സമയമെന്ന്. നിൻ്റെ മാക്സിമം അവൻ അറിയാമെന്നത് കൊണ്ട് തക്ക സമയത്ത് അവൻ കടന്നു വരികയും അവൻ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഈ സ്വഭാവം തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അമ്മയെ ഈ യാക്കോബ് സ്ലീഹയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ മാതാവിലൂടെ ആ ദൈവത്തിൻ്റെ സ്നേഹം പുതുതായി രുചിച്ചറിഞ്ഞപ്പോഴാണ് യാക്കോബിൻ്റെ തളർച്ച വിട്ടുപോയത്. അപ്പോൾ ഈ രാത്രിയിലും നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മടുപ്പുകളും നീക്കിക്കളയുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം പുതുതായ രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ഒരുക്കണം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മറ്റൊരു ചിന്തയും കൂടി ഞാൻ പങ്കുവെക്കാം. അമേരിക്ക കണ്ടുപിടിച്ചതാരാ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? ആരാ? കൊളംബസ്. ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചോദിച്ചാൽ. അപ്പോൾ കൊളംബസാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. പക്ഷേ അമേരിക്ക കാണിച്ചു കൊടുത്തത് ആരാണെന്നറിയാമോ? അമേരിക്ക കാണിച്ചു കൊടുത്തത് പരിശുദ്ധ മാതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സംഭവമുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസും 19 നാവികരും കൂടിയാണ് സ്പെയിനിൽ നിന്നും പുതിയ ഭൂമി കണ്ടെത്താൻ വേണ്ടി യാത്ര പുറപ്പെട്ടത് കപ്പലിൽ. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ഒരുക്കത്തോടുകൂടി ഇവർ യാത്ര തുടങ്ങി. ആഴ്ച 1 കഴിഞ്ഞു. കടലല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, ഒരു കരയും കാണുന്നില്ല. 2 ആഴ്ചയായി ഇവർക്ക് ഒരിടത്തും കരയുടെ ഒരു ലക്ഷണവുമില്ല. 3 ആഴ്ചയായി കര കാണാനില്ല. അതോടുകൂടി ഇവരുടെ പ്രതീക്ഷയെല്ലാം വലഞ്ഞു. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെയെങ്കിലും കരയുണ്ടോ? ഇതൊരു പ്രതീക്ഷയാണ്. ഇങ്ങനെ ഒരു ഭൂമി ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇറങ്ങപ്പെടപ്പെടുകയാണ്. ആരും കണ്ടെത്തിയിട്ടില്ല അമേരിക്ക. അപ്പം അതുകൊണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കൂട്ടത്തിലുള്ളവരെല്ലാം നിരാശരാകാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ കപ്പലിലുള്ള ഭക്ഷണമൊക്കെ തീരും. നമ്മൾ പട്ടിണി കിടന്ന് ഈ കടലിൽ കിടന്ന് മരിക്കും. അപ്പം അതുകൊണ്ട് റൊണാൾഡ് എന്ന് പറയുന്ന സ്റ്റോർ കീപ്പർ, കപ്പലിലെ സ്റ്റോർ കീപ്പർ ഭക്ഷണമൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹം കണക്കൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി 20 പേർക്ക് 24 ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് അവശേഷിച്ചിട്ടുള്ളത്. ഇനി തിരിച്ച് നമ്മൾ സ്പെയിനിലേക്ക് മടങ്ങുകയാണെങ്കിൽ 24 ദിവസം വേണം. അപ്പം അതുകൊണ്ട് ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോകരുത്. ഇന്ന് തന്നെ കപ്പൽ തിരിച്ചു വിടണം. സ്പെയിനിലേക്ക് മടങ്ങിയാൽ 24 ദിവസം കൊണ്ട് നമുക്ക് സ്പെയിനിൽ തിരിച്ചെത്താൻ പറ്റും. പട്ടിണി കൂടാതെ കടലിൽ മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റും. എല്ലാ നാവികരും ഈ റൊണാൾഡിൻ്റെ ഐഡിയ സ്വീകരിച്ചു. അവരൊരുമിച്ച് ചെന്ന് ക്യാപ്റ്റൻ്റെ അടുത്ത്, കൊളംബസിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. നമ്മുടെ ഭക്ഷണമൊക്കെ തീരാറായി, നമുക്കിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകുകയില്ല.
നമ്മളിങ്ങനെ പറയുന്ന കരയൊക്കെ ഉണ്ടോ, ഭൂമി ഉണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല, എത്തിപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെടാനുള്ള ഏക വഴി മടങ്ങിപ്പോവുകയാണ്, കപ്പൽ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. പക്ഷെ കൊളംബസ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചുവോ അത് കണ്ടെത്താതെ തിരിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ റൊണാൾഡ് സംഘവും കൂടി കൊളംബസിനെ കപ്പലിൻ്റെ പായ്മരത്തിൽ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് റൊണാൾഡ് കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തിരിച്ച് സ്പെയിനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് പായ്മരത്തിൽ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട കൊളംബസ് അവരോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞു. ഒരു ദിവസം കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. ഒരു ദിവസം കൂടി മുന്നോട്ട് പോയിട്ടും കര കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കടലിലേക്ക് എറിഞ്ഞുകൊള്ളുക. അപ്പോൾ എൻ്റെ 24 ദിവസത്തെ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് കഴിച്ച് പട്ടിണി കൂടാതെ തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞു. ആ റിക്വസ്റ്റ് അവർ സ്വീകരിച്ചു. അദ്ദേഹത്തെ കയറഴിച്ചു വിട്ടു. ആ രാത്രിയിൽ അവർ വീണ്ടും ഒരു ദിവസം കൂടി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുത്തു. ആ രാത്രിയിൽ കൊളംബസ് നിലവിളിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിച്ചു. ഏത് പ്രാർത്ഥനയാണ് എന്നറിയാമോ? പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും ശരണവുമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന രാവിലെ വരെ രാത്രി മുഴുവനും ഈ പരിശുദ്ധ രാജ്ഞി എന്നുള്ള ജപം ചൊല്ലിക്കൊണ്ടിരുന്നു. കാരണം നേരം വെളുക്കുമ്പോൾ കര കണ്ടില്ലെങ്കിൽ ഇവർ തന്നെ എടുത്ത് കടലിലെറിയും, ഇവർ തിരിച്ചു പോകും. അമേരിക്ക കണ്ടെത്താൻ വേണ്ടിയുള്ള ആവേശത്തോടെയുള്ള ഇറങ്ങി പുറപ്പെട്ടത് ഒരു ദുരന്തമായിട്ട് തീരും. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നേരം വെളുത്തപ്പോൾ സൂര്യൻ ഉദിച്ചപ്പോൾ അതാ ദൂരെ നോക്കിയപ്പോൾ കര അമേരിക്ക കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവപരിപാലനം എന്താണെന്ന് അറിയാമോ? ഓർക്കണം, പഴയ കാലഘട്ടമാണ്. കാറ്റ് പ്രതികൂലമായാൽ നേരം വെളുക്കുമ്പോൾ അമേരിക്ക കാണാൻ പറ്റുന്ന ദൂരത്തിലെത്തുമായിരുന്നില്ല. ഇനി കാറ്റ് വേറെ ഏതെങ്കിലും ദിശയിലേക്ക് ആഞ്ഞു വീശിയാൽ കപ്പലിൻ്റെ ദിശ വേറെ ദിശയിലേക്ക് മാറിപ്പോകാം, കര കാണത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ മാതാവിൻ്റെ അത്ഭുതകരമായ ആ സംരക്ഷണയും ഇടപെടലും കൊണ്ടാണ് ആ രാത്രിയിൽ അനുകൂലമായ കാലാവസ്ഥയും കാറ്റും സൃഷ്ടിക്കപ്പെട്ടതും അങ്ങനെ ഈ അമേരിക്ക വൻകര കണ്ടെത്താനായിട്ട് ഇടയായതും. ഇത് അതുകൊണ്ട് ക്രിസ്റ്റഫർ കൊളംബസ് പറയുന്നത് ഞാനല്ല, പരിശുദ്ധ അമ്മയാണ് ഈ അമേരിക്ക വെളിപ്പെടുത്തി തന്നതെന്ന്. ഹല്ലേലൂയ. ഇത് ഞാൻ ഈ സംഭവങ്ങൾ പറയുന്നത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കുറെ കൂടി നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾക്ക് സഹായിക്കാനായിട്ട്, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ വഴി നടത്താനായിട്ട് പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കര കാണാത്ത ഒരവസ്ഥ ജീവിതത്തിലുണ്ടെങ്കിൽ, ലക്ഷ്യം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ, എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷകളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി അമ്മയെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലും ഒക്കെ കടന്നു പോകേണ്ടി വരുമ്പോഴാണ്. എന്നാൽ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം, ഏത് മഹത്വം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാലും കഷ്ടതയുടെ കാലഘട്ടങ്ങൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് ലോകാരാധ്യനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ പാറമടയിലെ ഒരു തൊഴിലാളിയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഈ കരോൾ വൈറ്റിവ എന്ന ചെറുപ്പക്കാരനെ കാണുന്നവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല ലോകാരാധ്യനായ പരിശുദ്ധനായി വിശുദ്ധനായി തീരുമെന്നുള്ളത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ തന്നെയാണ് ആ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നുപോയത്. വിശുദ്ധ പാട്രിക്
നമുക്കറിയാം, കടൽ കൊള്ളക്കാരാൽ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് തട്ടിയെടുക്കപ്പെട്ട അടിമയായി അയർലൻഡിൽ ചെന്ന മനുഷ്യനാണ്. കഠിനമായ യാതനയും പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ ജീവിച്ച് സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു അടിമപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്ന ആ പയ്യൻ പിൽക്കാലത്ത് അയർലൻഡിന് മധ്യസ്ഥനായിത്തീരുമെന്നും അയർലൻഡിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന വിശുദ്ധനായിത്തീരുമെന്നും അന്ന് അദ്ദേഹത്തിനോ മറ്റുള്ളവർക്കോ ചിന്തിക്കാൻ പറ്റുകയില്ല. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെയും ഒരിക്കൽ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. 2 വർഷത്തോളം വിൻസെൻ്റ് ഡി പോൾ ഒരു അടിമയായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയല്ലേ, എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഈ ദുരനുഭവങ്ങളുണ്ടായി. എന്നാൽ ഇതെല്ലാം അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റുകളായിട്ട് ദൈവം മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരു ജീവിതത്തെ പരിപാലിക്കുന്നത്, വളർത്തുന്നത് വളരെ അനുകൂലമായ കാലാവസ്ഥകൾ ഒരുക്കിക്കൊണ്ടല്ല. നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ കരോൾ വോയ്റ്റീവ പാറമടയിൽ ജോലിയെടുത്ത കാലഘട്ടം പോലെയുള്ള ഒരു കാലഘട്ടമായിരിക്കാം നിങ്ങളുടേത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വിശുദ്ധ പാട്രിക്കിനുണ്ടായ ദുരിതമായിരിക്കാം. ഇതെല്ലാം കടന്നു പോകും. ജീവിതത്തിലെ അനുഭവങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ ഓർക്കണം, എൻ്റെ ദൈവം അറിയാതെയല്ല ഈ നാളുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഇതിനെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവിടെയാണ് വിശ്വാസം വേണ്ടത്. അതുകൊണ്ട് ചിലതൊക്കെ ഒഴിവാകാൻ വേണ്ടി തിടുക്കം കൂട്ടരുത്. ചിലതെല്ലാം ഒരു ട്രെയിനിങ്ങാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ പാട്രിക്ക് അയർലൻഡിൽ അടിമയായി കടൽ കൊള്ളക്കാരാൽ പിടിക്കപ്പെട്ടതിലൂടെ അയർലൻഡിലെ ഭാഷയും കൾച്ചറും എല്ലാം പഠിച്ചു. കാലങ്ങൾക്ക് ശേഷം ഒരു മെത്രാനായി സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അവിടെ എത്തിയപ്പോൾ ഈ ട്രെയിനിങ് കൊണ്ടാണ് ആ ജനത്തെ കീഴടക്കാൻ അദ്ദേഹത്തിന് പറ്റിയത്. അപ്പം അതുപോലെ നമ്മൾ എപ്പോഴും ഓർക്കണം, സകലതിൻ്റെ പിന്നിലും ദൈവത്തിന് ഒരു നിയോഗമുണ്ടാകും, ഒരു പദ്ധതി ഉണ്ടാകും. നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റവും അധികം ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള നിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ പ്രതിയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കണം. അപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുരിതത്തിൻ്റെ കാലഘട്ടങ്ങളെ, കഷ്ടതയുടെ നാളുകളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. മറ്റൊരു ജീവിതത്തെ കൂടി ഞാൻ ഈ രാത്രിയിൽ പരിചയപ്പെടുത്താം. ജോസഫൈൻ ബഗീത്ത എന്ന് പറയുന്ന ഒരു വിശുദ്ധിയുണ്ട് സഭയിൽ. അവർ പശ്ചിമ സുഡാനിലുള്ള സർഫർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എന്നോ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. കാരണം അവരുടെ ജനനത്തീയതി അറിയില്ല, മാതാപിതാക്കളുടെ പേര് ഒന്നും അറിയില്ല. 9 വയസ്സുള്ളപ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിമക്കച്ചവടക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് ഈ പെൺകുട്ടിയെ അടിമയാക്കി കൊണ്ടുപോയി. 960ഓളം കിലോമീറ്ററുകൾ ഈ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയിൽ കന്നുകാലികളെ വിൽക്കുന്നത് പോലെ പലരും ഇവരെ വിറ്റു, പലരും വാങ്ങി. അങ്ങനെ ആ കുട്ടിയുടെ ജീവിതം വളരെ പെട്ടെന്ന് ദുരിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കുറേ വർഷങ്ങൾ ഇങ്ങനെ സഹനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നുപോയി. അവളുടെ യഥാർത്ഥ പേര് പോലും അവൾ മറന്നുപോയി. അവളുടെ നാടോ കാര്യങ്ങളോ ഒന്നും ഓർക്കുന്നില്ല. അങ്ങനെ ഈ ബഗീത്ത എന്ന് പറയുന്ന അറബി പേരിൻ്റെ അർത്ഥം ഭാഗ്യവതി എന്നാണ്. ഏതോ അടിമക്കച്ചവടക്കാരൻ അവൾക്ക് ഇട്ടുന്ന തമാശ പേരാണ് ബഗീത്ത എന്നുള്ളത്. പിന്നീട് അത് പോപ്പുലറായി തീർന്നു. അങ്ങനെ ഈ ബഗീത്ത, ജോസഫൈൻ ബഗീത്ത 1882 ഇറ്റലിക്കാരനായ കോൺസൂൾ കാലിസ്റ്റോ ലെനാനി അവളെ വിലയ്ക്ക് വാങ്ങി. ഈ കാലിസ്റ്റോ ലെനാനി ക്രിസ്തു ഭക്തനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നതോടുകൂടി പീഡനങ്ങളുടെ പരമ്പര അവസാനിച്ചു. അവളുടെ ശരീരത്തിൽ 144ഓളം മുറിവുകളുടെ പാടുകളുണ്ടായിരുന്നു. പിൽക്കാലത്ത് അവൾ പറയുകയാണ്. കാരണം അത്രയേറെ പീഡനങ്ങൾ ഒരു അടിമപ്പെണ്ണല്ല, ആർക്കും എന്തും ചെയ്യാം. എത്ര ക്രൂരമായിട്ട് പോലും പെരുമാറിയാലും ആരും ഒന്നും ചോദിക്കാനില്ല. അങ്ങനെ 144 കഠിനമായ മുറിവുകളുടെ പാടുകൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ കോൺസുൾ കാലിസ്റ്റോ ലെനാനിയുടെ വീട്ടിലെത്തിയതോടുകൂടി പീഡനമെല്ലാം മാറി. അവർ ഇവളെ ഒരു മനുഷ്യ സ്ത്രീയെ പോലെ കാണാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി. അവിടെ വെച്ചാണ് അവൾ യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത്. ഈ തൻ്റെ യജമാനൻ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ദൈവമായ യേശുവിനെക്കുറിച്ച് അവളും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ യജമാനൻ തന്നെ സ്നേഹിക്കുന്നുവെന്ന്.
എല്ലാ യജമാനന്മാരുടെയും യജമാനനായ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെറും അടിമപ്പെണ്ണായ, ഇതുവരെയും എന്നെ ഒരു കച്ചവടച്ചരക്കായി മാത്രം എല്ലാവരും കണ്ടു. പക്ഷേ എന്നെ സ്നേഹിക്കുന്നു യേശു എന്നുള്ള വാർത്ത, അത് ആ സുവിശേഷം അവളുടെ ജീവിതത്തിൽ പുതിയ ഒരു പ്രതീക്ഷ നൽകുകയുണ്ടായത്. മാത്രമല്ല, തന്നെപ്പോലെ മുറിവേറ്റ, തന്നെപ്പോലെ സഹിച്ച, തന്നെപ്പോലെ കരഞ്ഞ ഒരു ദൈവം, അതവൾക്കൊരു പുതിയ അറിവായിരുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നെപ്പോലെ സഹിച്ച എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അത് അവളുടെ ലൈഫിന് ഒരു പുതിയ അർത്ഥം കൊടുക്കുകയാണ് ഉണ്ടായത്. അതവൾക്ക് ആശ്വാസവും പ്രത്യാശയെല്ലാം നൽകി. പിന്നീട് അവൾ എഴുതി, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, സ്നേഹം എന്നെ കാത്തിരിക്കുന്നു, അതിനാൽ ജീവിതം നല്ലതാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, സ്നേഹം എന്നെ കാത്തിരിക്കുന്നു, അതിനാൽ ജീവിതം നല്ലതാണ്. അതായത് നിത്യതയിൽ ദൈവം സ്നേഹത്തോടുകൂടി എന്നെ കാത്തിരിക്കുകയാണ്. എന്നെ കാത്തിരിക്കുന്ന, സ്വർഗത്തിൽ എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം. ഇതെല്ലാം പുതിയ വെളിപാടുകളായിരുന്നു അവൾക്ക്. അപ്പം അതുകൊണ്ട് സ്നേഹം എന്നെ കാത്തിരിക്കുന്നു, സ്നേഹം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം മനോഹരമാണ്. അടിമയായിരുന്നെങ്കിലും അവൾക്ക് യേശുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചു. അത് അവളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് കാരണമായിട്ട് തീരുകയാണ്. 1890 അവൾ സ്വതന്ത്രയായി. പിന്നീട് അവൾ മാമോദീസ സ്വീകരിച്ച് ഒരു കാനോസിയൻ സന്യാസിനിയായിട്ട് തീർന്നു. വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് പിൽക്കാലത്ത് ഈ ജോസഫൈൻ ബഗീത്ത ജീവിക്കുകയായിരുന്നു. 1947 ഫെബ്രുവരി 8 അവർ മരിച്ചു. 2000 ഒക്ടോബർ മാസം 1 ജോൺ പോൾ രണ്ടാമൻ പാപ്പ അവരെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവരെ എന്താണ് വിശുദ്ധിയാക്കി മാറ്റിയത്? ഒരു അടിമപ്പെണ്ണ് 9ാമത്തെ വയസ്സിൽ അവളെ അടിമക്കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. എന്താണ് ജോസഫൈൻ ബഗീത്തായുടെ വിശുദ്ധിയുടെ രഹസ്യം? പിൽക്കാലത്ത് ഇവരോടൊരു ചോദ്യം ചോദിച്ചു. ഇവർ സിസ്റ്ററായി കഴിഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വ്യാപരിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഈ സിസ്റ്ററിനോട് ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ അടിമയായി പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തവരെ കണ്ടാൽ ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കും? 9ാമത്തെ വയസ്സിൽ സ്വന്തം വീട്ടുമുറ്റത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയി അടിമയായി വിറ്റ് അതിക്രൂരമായി പീഡിപ്പിച്ച ആളുകളെ ഇപ്പോൾ കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതിന് വിശുദ്ധ ജോസഫൈൻ ബഗീത്ത കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു? ഞാൻ മുട്ടുകുത്തി അവരുടെ കരങ്ങൾ ചുംബിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുട്ടുകുത്തി അവരുടെ കരങ്ങൾ ചുംബിക്കും. കാരണം അവരുടെ ഈ പീഡനങ്ങളാണ് എനിക്ക് വേണ്ടി പീഡയേറ്റ യേശുവിനെ കണ്ടെത്താൻ എനിക്കിടയാക്കിയത്. ദൈവീക പദ്ധതി മനസ്സിലാക്കി. പരിഭവമില്ല, വെറുപ്പില്ല, നഷ്ടബോധമില്ല, നിരാശയില്ല, സന്തോഷമാണ്. കാരണം ദൈവത്തെ കണ്ടുമുട്ടി. ദൈവത്തെ യഥാർത്ഥമായും കണ്ടുമുട്ടിയവരുടെ അടയാളങ്ങളിൽ ഒന്നാണ് ജീവിതത്തിലെ ആനന്ദം, സന്തോഷം. ആ സന്തോഷം കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ദുഃഖമില്ലാതാകും. ഇന്നലകളെ പിന്നെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ജീവിക്കുകയില്ല. ശരിയായ രീതിയിൽ ദൈവത്തെ ഒരു വ്യക്തി കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ വെറുപ്പിലും വിദ്വേഷത്തിലും വാശിയിലും ജീവിക്കാൻ സാധിക്കുകയില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട ഒരു ചിന്തയാണിത്. ഒരു വ്യക്തി യഥാർത്ഥമായും ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വാശിയിലും വെറുപ്പിലും വിദ്വേഷത്തിലും ജീവിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഇതിനെല്ലാം അതിലംഘിക്കുന്നതാണ്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ നമുക്കറിയാം. ജോസഫ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളോട് ക്ഷമിച്ചത്? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സ്നേഹപദ്ധതി മനസ്സിലാക്കി. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹപദ്ധതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ വെറുപ്പിന് പ്രസക്തിയില്ല, പ്രതികാരത്തിന് പ്രസക്തിയില്ല. നമുക്ക് ഇനിയും ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇനിയും ചിലതൊക്കെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ഇനിയും കർത്താവിൻ്റെ സ്നേഹത്തെ കൂടുതലായി അനുഭവിച്ച് അറിയേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോഴും ഭൂതകാലത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ നൽകാൻ
ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, സകല സ്നേഹരാഹിത്യത്തിൻ്റെ കണക്കുകളും നമ്മൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നോക്കി ജീവിക്കാനും സ്നേഹത്തിൻ്റെ പുതിയ ഒരധ്യായം ജീവിതത്തിൽ തുടങ്ങുവാനുമായിട്ട് നമുക്ക് സാധിക്കും. അഗ്രദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായിക്ക് മാതാവിൻ്റെ ബാല്യകാലവും ജീവിത ചരിത്രമൊക്കെ വെളിപാടുകളായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്ന വളരെ പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്. നമ്മളത് സോഫിയ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദൈവനഗരം എന്ന പേരിൽ. അതിൽ മാതാവിൻ്റെ ചെറുപ്പകാലങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് വെളിപാടുകളായിട്ട് ഈ വാഴ്ത്തപ്പെട്ട അഗ്രദായിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, മാതാവ് ദേവാലയത്തിലാണ് വളർന്നത്. ദേവാലയത്തിൽ ഇതുപോലെ സമർപ്പിക്കപ്പെട്ട ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ഇവരെല്ലാം പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടായിരുന്നു, പുരോഹിതരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മാതാവിന് സുഖവും സന്തോഷമൊന്നും ആയിരുന്നില്ല. കാരണം മാതാവിനോട് മറ്റു കൂട്ടത്തിലുള്ള കൂട്ടുകാരികൾക്കെല്ലാം ഭയങ്കരമായ അസൂയ. അതുകൊണ്ട് പല വിധത്തിലും മാതാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇവർ. പിശാചിൻ്റെ പ്രേരണ കൊണ്ട് കൂട്ടത്തിലുള്ള കുട്ടികളെല്ലാം മാതാവിനെ പല വിധത്തിലും പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അവരെല്ലാം നിശബ്ദമായിട്ട് മാതാവ് സഹിക്കുകയായിരുന്നു. 8-10 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് ഓർക്കണം. മാത്രമല്ല, ഇവളോടുള്ള മാതാവിനോടുള്ള ഈ അസൂയ കൊണ്ട് ഒരു പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ അവരാരെങ്കിലും പൊട്ടിച്ചാലും ഓടിപ്പോയി അധ്യാപികമാരോട് പറയും, മേരിയാണ് ഇത് പൊട്ടിച്ചത്. അധ്യാപിക വന്ന് മേരിയെ വഴക്ക് പറയും, തല്ലും. അശാന്തമായിട്ട് അതെല്ലാം സ്വീകരിക്കും. അതുപോലെ ഇവരെല്ലാവരും കൂടി ബഹളം വെക്കും. ബഹളം കേട്ട് ദേവാലയത്തിലെ പുരോഹിതരോ അധ്യാപകരോ ഓടി വരുമ്പോഴേക്കും അവരെല്ലാം നിശബ്ദരായിരുന്നിട്ട് പറയും, മേരിയാണ് ഇവിടെ ഒച്ചയുണ്ടാക്കിയതെന്ന് പറയും. അങ്ങനെ ആവശ്യമില്ലാത്ത കുറ്റാരോപണങ്ങൾ വഴി മേരിയുടെ ജീവിതത്തെ ഈ കൂട്ടുകാരികൾ ദേവാലയത്തിൽ ഭയങ്കരമായ വേദനയുടെ അനുഭവമാക്കി മാറ്റി. പക്ഷെ ഒരിക്കൽ പോലും മാതാവ് പരാതി പറഞ്ഞില്ല, താൻ തെറ്റ് ചെയ്തില്ല, നിഷ്കളങ്കിയാണെന്ന് പറഞ്ഞില്ല. എല്ലാം നിശബ്ദമായിട്ട് സഹിക്കുകയാണ് ചെയ്തത്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വപ്നത്തിൽ ദൈവം തന്നെ അധ്യാപകർക്കും പുരോഹിതർക്കും വെളിപ്പെടുത്തി കൊടുത്തു, മേരി നിഷ്കളങ്കയാണ്, കൂട്ടുകാരികളിലൂടെ പിശാചാണിത് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോഴെല്ലാം ഇവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് മേരി തന്നെ ന്യായീകരിച്ചില്ല, എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു? അപ്പോൾ ദൈവപുത്രൻ്റെ മാതാവായി തീരാനുള്ള എളിമ പരിശീലിക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് അനുവദിച്ചത് എന്ന് അഗ്രദായിലെ വാഴ്ത്തപ്പെട്ട മരിയായിക്ക് മാതാവ് തന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ദൈവപുത്രൻ്റെ അമ്മയായിത്തീരാനുള്ള യോഗ്യത നേടാൻ വേണ്ടി, എളിമ പരിശീലിക്കാൻ വേണ്ടി കൂട്ടുകാരികളുടെ ഈ അസൂയയ്ക്ക് പാത്രീഭൂതിയായി. അപ്പോൾ നിശബ്ദത പാലിക്കുക. ഒരിക്കൽ പോലും തൻ്റെ നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടി മാതാവ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല. അതിലൂടെ ദൈവപുത്രൻ്റെ മാതാവാകാനുള്ള അധിക യോഗ്യതയിലേക്ക് ഇവൾ നയിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സകലതിൻ്റെ പിന്നിലുമുള്ള ഈ ഒരു പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പരാതി പറഞ്ഞ് ജീവിച്ച് ജീവിതത്തിൻ്റെ സന്തോഷം കളയുന്നു. നിഷ്കളങ്കത വെളിപ്പെടുത്താൻ ശ്രമിക്കാതെ നിശബ്ദതയിൽ സഹിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികമായ പുണ്യത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഒരു നിശബ്ദത ശീലിക്കണം. ചില അനീതികൾ സഹിക്കണം, ചില വേദനകൾ സഹിക്കണം, ചില പിറുപിറുപ്പുകൾ സഹിക്കണം. നമ്മളെ തന്നെ ന്യായീകരിക്കാനും നിഷ്കളങ്കത തെളിയിക്കാനും പോകാതിരിക്കുമ്പോൾ സമയത്തിൻ്റെ തികവിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന അവസരം ഉണ്ടാവും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ദൈവം പോരാടണമെങ്കിൽ നമ്മുടെ പോരാട്ടങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സൈന്യങ്ങളുടെ കർത്താവുണ്ട്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ദൈവമുണ്ട്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് വേണ്ടി അത് പോരാടേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പോരാടണം. അങ്ങനെ ഒരു ശീലം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ആന്തരികമായി കരുത്തുറ്റവരാക്കി മാറ്റും, നമ്മളെ ആത്മീയമായി വളർന്നവരാക്കി മാറ്റും. ആത്മീയമായ കൃപകൾ സ്വീകരിക്കാൻ ഒരുക്കമുണ്ടാകും നിശബ്ദത പാലിക്കാൻ ശ്രമിക്കുമ്പോഴും. അപ്പോൾ നമുക്ക് ഒരുപാട് കലഹങ്ങൾ ഒഴിവാക്കാൻ പറ്റും നിശബ്ദത പാലിക്കാൻ പഠിച്ചാൽ.
ഒരുപാട് അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നിശബ്ദത പാലിക്കാൻ ശ്രമിച്ചാൽ. അതുകൊണ്ട് വേദനകളുടെ മുമ്പിൽ, വിമർശനങ്ങളുടെ മുമ്പിൽ, കുറ്റപ്പെടുത്തലിൻ്റെ മുമ്പിൽ, അനീതികളുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ ദൈവമക്കൾ നിശബ്ദത പാലിച്ചുകൊണ്ട് പുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ദൈവം തരുന്ന ഏറ്റവും നല്ല അവസരമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കണം. നമ്മൾ തിരിച്ചു പറഞ്ഞു നടക്കുമ്പോൾ പുണ്യം പോയി, നമ്മൾ ന്യായീകരിച്ച് കഴിയുമ്പോൾ പുണ്യം പോയി, നമ്മൾ ആത്മീയമായി ദുർബലരായിത്തീരുന്നു. അപ്പോൾ ഇതൊരു വളർച്ചയ്ക്കുള്ള അവസരമാണ്, കർത്താവ് അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ദുരന്തമായി നമ്മൾ കാണരുത്. ജീവിതത്തിൽ ഇതിൽ എല്ലാം പുണ്യമാക്കി മാറ്റാൻ, ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം, ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം പുണ്യത്തിൽ വളരുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കാം എന്ന് നമ്മൾ മാതാവിൽ നിന്ന് പഠിക്കണം. മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, മാതാവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും പുണ്യത്തിൽ വളരുന്നതിന് വേണ്ടി എന്നെ പരിശീലിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ച് നമ്മൾ പറയാൻ പോകുമ്പോൾ നമ്മുടെ പുണ്യം പോയി. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ രാത്രിയിൽ നമ്മളുടെ ജീവിതത്തെ നോക്കിക്കാണണം. നമ്മൾ ദുരന്തമെന്ന് കാണുന്നത്, പ്രശ്നമെന്ന് കാണുന്നത്, വേദനയെന്ന് കാണുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചാലും മാറാത്തത്. കാരണം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കിട്ടേണ്ട പുണ്യ സമ്പാദനം ഇല്ലാതായിത്തീരും. അതിലൂടെ ദൈവം നമ്മുടെ ആത്മാവിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മളുടെ മനുഷ്യപ്രകൃതിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഇതെല്ലാം മാറ്റാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ രാത്രിയിൽ നീ എൻ്റെ പുണ്യസമ്പാദനത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച സകലതിനെയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അയർലൻഡിലുള്ള ഒരു സിസ്റ്ററിനെ പ്രതിഷ്ഠപ്പെട്ട് കരുണയുടെ സന്ദേശം എന്നൊരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. അതിൽ മാതാവ് ഈ സിസ്റ്ററിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ജപമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ ജപം ഇതാണ്, ചെറിയ ജപമാണ്. മാതാവ് പറയാണ്, ഈ പ്രാർത്ഥന നിൻ്റെ ഹൃദയത്തിൽ നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ, ആലപിച്ചുകൊണ്ട് നടന്നാൽ അത് നിനക്ക് വലിയ ദാനങ്ങൾ സ്വന്തമാക്കുന്നതിന് കാരണമായിട്ട് തീരുമെന്നാണ് മാതാവ് പറയുന്നത്. അതിതാണ്, പരിശുദ്ധ കന്യകയെ ദൈവമാതാവെ എൻ്റെ ഹൃദയത്തെ മാധുര്യവും വിശുദ്ധിയുമുള്ളതാക്കി കാത്തു സൂക്ഷിക്കണമേ. നമുക്ക് ഒരുമിച്ച് പറയാം. പരിശുദ്ധ കന്യകയെ ദൈവമാതാവേ എൻ്റെ ഹൃദയത്തെ മാധുര്യവും വിശുദ്ധിയുമുള്ളതാക്കി കാത്തു സൂക്ഷിക്കണമേ. ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ നമ്മളുടെ ഹൃദയത്തെ മാധുര്യമുള്ളതായിട്ട് കാത്തു സൂക്ഷിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മാധുര്യമുണ്ടാകും. ഹൃദയത്തിൽ മാറ്റം വരുത്താതെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന രീതിയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ രീതി. ഹൃദയം അങ്ങനെ തന്നെ ഇരിക്കും, ഹൃദയത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. എന്നാൽ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിജയകരമായി ജീവിക്കാൻ വേണ്ടിയുള്ള പെരുമാറ്റ രീതികൾ, ചില മൂല്യങ്ങളൊക്കെ വെച്ചുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ കൃത്രിമമായിട്ട് അഭ്യസിക്കുകയാണ്. അത് സ്വാർത്ഥമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ താൽക്കാലികമായ നേട്ടങ്ങളല്ലാതെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, വേദന വരുമ്പോൾ അങ്ങനെ പെരുമാറാൻ പറ്റിയെന്നിരിക്കില്ല. കാരണം ഹൃദയത്തിൽ മാറ്റം വന്നിട്ടില്ല. അപ്പം പേഴ്സണാലിറ്റിയിൽ മാറ്റം വരണമെങ്കിൽ ഹൃദയത്തിൽ മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താനുള്ള വഴി എന്ന് പറയുന്നത് അത് മാനുഷികമായ ടെക്നിക്ക് കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ, പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ, ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ, ദൈവശക്തിക്ക് വേണ്ടി മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹൃദയത്തെ മധുരമുള്ളതാക്കി കാത്തു സൂക്ഷിക്കണമേ. അപ്പം ഹൃദയത്തെ മധുരമുള്ളതാക്കി സൂക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെട്ടതായി തീരും. അനേകരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്ന നന്മകൾ ഒരുപാടുണ്ട്, കഴിവുകൾ ഒരുപാടുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പ് ശരിയാകുന്നില്ല, റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നു, സ്റ്റഡിയല്ല. കാരണം എന്താണ്? ഒരു വിഷമം വരുമ്പോൾ ഈ ഉള്ളിൽ കയ്പാണ് ഉള്ളത്. ഹൃദയത്തിൽ കയ്പ് കിടക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഇഷ്ടക്കേട് വരുമ്പോൾ ഈ കയ്പ് പുറത്തേക്ക് വരും. അത് വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും വരും. ആ സമയത്ത് നമുക്ക്
സോഫ്റ്റായിട്ട് ശാന്തമായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല. കാരണം ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഹൃദയത്തിലെ കയ്പ് മാറ്റാതെ, ഹൃദയത്തെ മാധുര്യമുള്ളതാക്കി മാറ്റാതെ നമ്മൾ വളരെ നന്നായിട്ട് പെരുമാറാനൊക്കെ പഠിച്ചാലും അവസരം വരുമ്പോൾ കൈവിട്ടു പോകും. അത് വരാതിരിക്കാനായിട്ട് ഒരു ജപം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടി മാതാവ് ഈ സിസ്റ്ററിന് ഈ കരുണയുടെ സന്ദേശം എന്ന പുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ എപ്പോഴും മാധുര്യമുള്ളതാക്കി കാത്തു സൂക്ഷിക്കണമേ. അപ്പം ഹൃദയത്തിൽ നിന്ന് കയ്പെടുത്ത് കളയണം, ഹൃദയത്തിൽ മാധുര്യമുണ്ടാകണം. ഇത് നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന ക്രമേണ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധവും മാധുര്യവുമുള്ളതാക്കി കാത്ത് സൂക്ഷിക്കണമേ. ഒന്നോടെ നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകേ, ദൈവമാതാവേ, എൻ്റെ ഹൃദയത്തെ മാധുര്യവും വിശുദ്ധിയുമുള്ളതാക്കി കാത്തു സൂക്ഷിക്കണമേ. ഒരു സുഹൃത ജപമായി എപ്പോഴും നമുക്ക് ഇത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ പറ്റും. അത് ഒത്തിരിയേറെ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധ കന്യകേ, ദൈവമാതാവേ, എൻ്റെ ഹൃദയത്തെ മാധുര്യവും വിശുദ്ധിയുള്ളതുമാക്കി കാത്തു സൂക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിന്ന് ചിന്തിച്ച ആ വിഷയം പ്രധാനമായിട്ടും ജീവിതത്തിൽ ഇഷ്ടപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ ഇഷ്ടമുണ്ടാകത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും വ്യക്തികളെ സ്നേഹിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? ഏതെങ്കിലും സാഹചര്യങ്ങളെ സ്നേഹിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. എന്നോട് തന്നെ എനിക്കൊരു ദേഷ്യവും വെറുപ്പുമാണ്. എല്ലാത്തിനുമുള്ള ഒറ്റമൂലി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുക എന്നുള്ളതാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ, മടുപ്പനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അവിടേക്കെല്ലാം കർത്താവിൻ്റെ കൃപ ഈ രാത്രിയിൽ ഒഴുകട്ടെ. ഹൃദയം തുറന്നു കൊടുക്കാം. കർത്താവേ, എനിക്ക് നിൻ്റെ സ്നേഹം വേണം. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കർത്താവേ. കർത്താവേ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു കർത്താവേ. കാരണം ഞാൻ നിരന്തരം വീണു പോകുന്നു. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈശോയെ, നീ കടന്നു വന്ന് നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എല്ലാവരും കരങ്ങൾ വിടർത്തിപ്പിടിക്കുക. സ്നേഹത്തിൻ്റെ കുറവാണ് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം. കർത്താവ് അത് തരാൻ തയ്യാറാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം നമ്മുടെ ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്ക്, മനസ്സിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു വന്ന് നിറയട്ടെ. രാത്രിയിൽ കർത്താവിൻ്റെ വിശുദ്ധീകരിക്കുന്ന സ്നേഹം, രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം, സങ്കടങ്ങൾ എടുത്തു കളയുന്ന സ്നേഹം, ശക്തി പകരുന്ന സ്നേഹം, ബലം നൽകുന്ന സ്നേഹം. കർത്താവേ, എനിക്കത് വേണം. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിയായി മാറണം. സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കാനുള്ള കൃപ എനിക്ക് തരണം. സ്നേഹവിരുദ്ധമായതെല്ലാം എടുത്തു കളയണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ സ്നേഹക്കുറവുണ്ട്. കർത്താവേ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ, ഇഷ്ടക്കേട് വരുമ്പോൾ, എൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ കഠിനമായി പോകുന്നതിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ വെറുപ്പുള്ളത് കൊണ്ടാണ്, എൻ്റെ ഉള്ളിൽ കയ്പുള്ളത് കൊണ്ടാണ്, എൻ്റെ ഹൃദയത്തിന് മാധുര്യമില്ലാത്തത് കൊണ്ടാണ്. കർത്താവെ, ഞാൻ കൂടെ ദേഷ്യപ്പെടുന്നത്, ഞാൻ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത്, ഞാൻ പൊട്ടിത്തെറിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ദയനീയമായ അവസ്ഥയുടെ വെളിപ്പെടുത്തലാണല്ലോ. അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കോപശീലങ്ങൾ എടുത്തു കളയണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തെ നവീകരിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം എടുത്തു നിൽക്കണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി
ഉയർത്തി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് സ്നേഹമായി കടന്നു വരട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പുത്തൻ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കട്ടെ. സ്നേഹത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധി കൊണ്ടു നീ നിറയ്ക്കൂ, മാധുര്യവാനാക്കി മാറ്റൂ. 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 അഭിഷേകത്താൽ നീ നിറയ്ക്കൂ, കൃപയ്ക്കുമേൽ കൃപ ചൊരിയൂ. അഭിഷേകത്താൽ നീ നിറയ്ക്കൂ, കൃപയ്ക്കുമേൽ കൃപ ചൊരിയൂ. Thank you, Jesus. നമുക്കിരിക്കാം. തുടർന്ന് ബ്രദർ ടിജോ നമ്മളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കും. ടിജോ നമ്മളുടെ ഷാലോമിൻ്റെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ ശ്രമിക്കാം.